അപ്പോൾ ഇന്നൊരു കുരുമി നോട്ട് പാഡ് ഉണ്ടാക്കാനാണ് ഞാൻ ഈ പേപ്പർ എടുത്തത്. കൊച്ചു കുട്ടികൾക്ക് വളരെ ഇഷ്ടമായിരിക്കും ഒരു നോട്ട് പാഡൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ. അപ്പോൾ നമുക്കിതിനെ ഒന്ന് ഇങ്ങനെ മടക്കാം. അത് രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട്, അടുത്ത് മൂന്നായിട്ട് മടക്കാം. മൂന്നായിട്ട് മടക്കി വീണ്ടും ഒന്നുകൂടെ മടക്കാം. വീണ്ടും ഇതുപോലെ ഒന്നുകൂടെ മടക്കിയിട്ടുണ്ട്. അപ്പോൾ 4 ഇങ്ങനെ 8 ഭാഗം കിട്ടും. നമ്മളിങ്ങനെ മടക്കുമ്പോൾ 8ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ പേപ്പറിൽ നിന്ന് നമുക്കിന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ സെപ്പറേറ്റ് ആയിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. എല്ലാം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇത് കട്ട് ചെയ്ത് മാറ്റി. ഇനി ഇതും കട്ട് ചെയ്ത് മാറ്റുക. എൻ്റെ കയ്യിൽ എന്താണ് കെട്ടിയിരിക്കുന്നതിൽ ചെറിയൊരു കട്ടിങ് കയ്യിൽ വന്നിട്ടുണ്ട്. അതാണ് കയ്യിൽ കെട്ടി വെച്ചിരിക്കുന്നത്. ഏകദേശം അത് വേദന കുറവുണ്ട്. ചെറിയൊരു കട്ടിങ്ങേ ഉള്ളൂ. ഞാനൊരു പേപ്പർ ടേപ്പ് വെച്ച് വെറുതെ മരുന്ന് വെച്ചിട്ട് കെട്ടി വെച്ചേക്കാണ്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത പേപ്പറെല്ലാം ഓരോന്നായിട്ട് സെപ്പറേറ്റായിട്ട് വേർതിരിച്ചെടുക്കണം. ഇത് മുഴുവനും കട്ട് ആയിട്ടില്ല. നമുക്ക് ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ ഓരോന്നായിട്ട് സെപ്പറേറ്റായിട്ട് കട്ട് ചെയ്ത് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നല്ല ശ്രദ്ധാപൂർവം കട്ട് ചെയ്യണം, നീങ്ങി പോകാൻ പാടില്ല. അപ്പോൾ നമ്മൾ ലാസ്റ്റ് എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ചെയ്യേണ്ടത്, നമുക്ക് ഗം എടുത്തിട്ട് ഇതിനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഓരോന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. അതിനു മുമ്പ് നമുക്ക് ഒരു പേപ്പറിൽ നമുക്ക് നിറച്ച് വരയിടണം. നമ്മൾ മാത്സ് ബുക്കിലൊക്കെ കുട്ടികളുടെ മാത്സ് ബുക്കിലൊക്കെ വരയ്ക്കും പോലെ നിറച്ച് നമ്മൾ ഒന്ന് വരയിട്ടെടുക്കണം. അതിനായിട്ട് നമുക്ക് സ്കെയിൽ കൊടുത്ത്, ഞാൻ സ്കെയിൽ പോലെ ഒരു ഐസ്ക്രീം സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. കോളായിട്ട് നമുക്കൊന്ന് വരച്ചു കൊടുക്കാം. നമ്മൾ പാറ്റേണൊക്കെ വരയ്ക്കുമ്പോൾ ഇത് നമ്മൾ സ്റ്റാൻഡിങ് ലൈൻ എന്നാണ് പറയുന്നത് അല്ലേ? പാറ്റേണൊക്കെ വരയ്ക്കുമ്പോൾ സ്റ്റാൻഡിങ് ലൈൻ, നേരെ നിൽക്കുന്ന വരയാണ് ഇപ്പോൾ വരയ്ക്കുന്നത്. എത്ര സ്റ്റാൻഡിങ് ലൈൻ വരയ്ക്കാം? 1 2 3 1 2 3 ആയി. ഇനി 4 ആയി. ഇനി 5 ആയി. അടുത്ത് 6 ആവുന്നു. 6, അടുത്ത് 7 ഒന്നുകൂടെ വരയ്ക്കാൻ പറ്റും. 8 നമ്മൾ 8 കോളം വരച്ചിട്ടുണ്ട്. അടിയിൽ വേറെ പേപ്പർ ഇടുന്ന നമുക്കത് നേരെ വരയ്ക്കാൻ പറ്റില്ല, വളഞ്ഞു പോകും. അതുകൊണ്ട് അടിയിൽ നിന്ന് പേപ്പറെല്ലാം മാറ്റിയിട്ട്, അപ്പം നമുക്ക് ഈ സൈഡിലും കൂടെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇങ്ങനെ വെച്ചിട്ട് വീണ്ടും അതേപോലെ ഈ സൈഡിലോട്ടുള്ള സ്റ്റാൻഡിങ് ലൈൻ വരച്ചു കൊടുക്കാം. 1 2 3 4 5 6 7
8 9 10. നമുക്ക് 10 കോളം കിട്ടിയിട്ടുണ്ട്. 10 കോളം കിട്ടിയിട്ടുണ്ട്. ഇങ്ങോട്ട് 10 കോളം ഇങ്ങോട്ട് 10 വരെ വരച്ചിട്ടുണ്ട്. 1 2 3 4 5 6 7 8 9 10. 1 2 3 4 5 6 7 8 ആയുള്ളൂ. അവിടെ 8 വന്നുള്ളൂ. നമുക്ക് മാർജിൻ കൂടെ കൊടുക്കാം. അപ്പം 10 വരും. ഇതിൻ്റെ ഒരു മാർജിൻ കൂടെ നമുക്കങ്ങ് വരച്ചു കൊടുക്കാം. നൈനായി ഈ സൈഡിലും കൂടെ ഒരു മാർജിൻ വരച്ചു കൊടുക്കാം. ചെറിയ മാർജിനേ ഇവിടെ കിട്ടുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതിൽ ഒരു പിക്ചർ വരയ്ക്കണം. ഞാനിവിടെ കുറോമിയുടെ പിക്ചറാണ് വരയ്ക്കുന്നത്. ഇങ്ങനെ അതിങ്ങനെ വരയ്ക്കണം. ഇത് നമുക്കൊരു ഹാറ്റ്, ഒരു കമ്പിളിയുടെ ഒരു ഹാറ്റാണ് കുറോമി ധരിച്ചിരിക്കുന്നത്. അടുത്ത് ഇങ്ങനെ വീണ്ടും ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കാം. കാണാൻ പറ്റുന്നില്ലേ? കാണാൻ പറ്റുന്നുണ്ടോ? അടുത്ത് കണ്ണ് വരച്ചു കൊടുക്കാം. പിന്നെ ഒരു മൂക്ക്, പിന്നെ ഒരു വായ. അടുത്തിവിടെ ഒരു തലയോട്ടിയുടെ ഒരു പടമാണ് ഉള്ളത്. ഇങ്ങനെ വന്നിട്ട് താഴെ ഇങ്ങനെ ഒരു വര, ഇങ്ങനെ ഒരു വട്ടത്തിൽ വരച്ചിട്ട് ഇങ്ങനെ ഒരു വര. അപ്പോൾ നമുക്ക് ഒരു തലയോട്ടിയുടെ ഒരു രൂപം തോന്നും. അടുത്ത് ഇനി നമുക്കിവിടെ ഇതിൻ്റെ ബാക്കി ഭാഗമായിട്ടാണ് ഇങ്ങനെ ഇതേപോലെ ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ വരച്ചിട്ട് ഇവിടെ ഓരോ കോളർ പോലെ ഒരു കമ്പിളി ഉടുപ്പിൻ്റെ ഒരു മാതിരിയാണ് തോന്നുന്നത്. ഇങ്ങനെ ബോഡി വരച്ചു കൊടുക്കാം. ബോഡി വരയ്ക്കുമ്പോൾ കൈ നമ്മൾ വേണമെങ്കിൽ താഴോട്ടാക്കി കൊടുക്കാം. അല്ലെങ്കിൽ ഇങ്ങോട്ട് മുകളിലോട്ട് വയ്ക്കുന്ന രീതിയിൽ ആക്കി കൊടുക്കാം. അടുത്ത് ഇങ്ങനെ വന്ന് നമ്മൾ ഫ്രോക്കാണ് ഇട്ടേക്കുന്നതെങ്കിൽ ഇങ്ങനെ വരച്ചു കൊടുക്കാം. രണ്ടിനും ബോർഡർ കൊടുക്കാം. അപ്പോൾ നമ്മൾ കുറുവമ്മി വരച്ചിട്ടുണ്ട്. ഇനി നമുക്കതിനൊന്ന് കളർ കൊടുക്കാം. നമുക്ക് ബ്ലാക്ക് കളർ വെച്ച് തലയിൽ വരച്ചു കൊടുക്കാം. അണ്ടർലൈൻ കൊടുക്കണം. ആ ഹാറ്റിൻ്റെ ഇതിൽ നമുക്കൊരു അണ്ടർലൈൻ കൊടുക്കണം. ഒരു ക്യൂട്ട് കുട്ടിയെ പോലെയാണ് കാണുന്നത്. ഹെഡിൻ്റെ അവിടെ നമുക്കൊരു റെഡ് കളർ കൊടുക്കാം.
അപ്പോൾ നമ്മൾ ഉടുപ്പിലും അതേ കളർ കൊടുക്കാം. അല്ലെങ്കിൽ നീല വേണമെങ്കിൽ നീല കളറും കൊടുക്കാം. ഒരു ക്യൂട്ട് കുട്ടിയെ പോലെയാണ് ഇത് കാണുന്നത്. എനിക്ക് ഡാർക്ക് ബ്ലൂ വേണമെങ്കിൽ അവിടെ അതിൻ്റെ ഉടുപ്പിൻ്റെ ഇതിൽ കൊടുക്കാം. ലൈറ്റ് ബ്ലൂ കൊടുത്തോണ്ട് അല്ലെങ്കിൽ നമുക്ക് ഒരേപോലത്തെ കളറാകുമ്പോൾ ഒരു ഭംഗി തോന്നില്ല. നല്ല എടുത്ത് കാണിക്കാൻ വേണ്ടി പല ഡിഫറെൻറ്റ് കളർ കൊടുക്കാം. അപ്പോൾ നമ്മൾ കളർ പാൻറ്റിലും കൂടെ ഒന്ന് കൊടുക്കാം. ഇപ്പോൾ കുരുമിയാണെങ്കിൽ ഇങ്ങനെ ഒരു ഉടുപ്പും ഇട്ടിട്ടുണ്ട്. ഉടുപ്പും പാൻറ്റും ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ കുരുമി വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നേരത്തെ എടുത്ത പേപ്പറിൽ ഒട്ടിക്കാം. അപ്പം നമുക്ക് ഇതിങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഒട്ടിച്ചെടുക്കാം. ഓരോ പേപ്പറായിട്ട് നമുക്കിതിനെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. നമ്മളൊരു നോട്ട് പാഡാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ പേര്, അഡ്രസ്സ്, ഫോൺ നമ്പർ എല്ലാം നമുക്ക് ഇതിൽ എഴുതി വയ്ക്കാൻ പറ്റും. അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്, കുട്ടികൾക്ക് നല്ല ഓർമ്മശക്തി കിട്ടാനും ഒക്കെ ഇത് നമുക്ക് അവർ എഴുതി പഠിക്കാനായിട്ട് ഈ ബുക്ക് ഉപയോഗിക്കാം. വലിയ ബുക്ക്, പുതിയ ബുക്കൊക്കെ വാങ്ങിക്കുമ്പം ഒരുപാട് വിലയാവും. കുട്ടികൾ അത് ചുമ്മാ വരച്ച് കളയും. മറ്റേ ഇതുപോലെ നോട്ട് പാഡൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവരതിൽ മാത്രം കറക്റ്റിന് വരയ്ക്കും, എഴുതുകയൊക്കെ ചെയ്യും. അപ്പോൾ നമ്മൾ ഈ 8 പേപ്പറും ഇതിനെ ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണ്. എട്ട് പേപ്പർ ഇതേപോലെ ഞാനൊന്ന് ഒട്ടിച്ചെടുക്കുകയാണ്. ഇതിൻ്റെ സൈഡിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്കത് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഈ പേപ്പർ നമുക്ക് ഒട്ടിക്കാം. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ടിൽ പ്ലാസ്റ്റിക് പേപ്പർ വേണമെങ്കിൽ ഒട്ടിക്കാം. അതല്ലെങ്കിൽ അത് അല്ലാതെ ഒട്ടിച്ച് ഇത് കൂടെ ലാസ്റ്റിൽ നമുക്ക് ഇത് വേണം ഒട്ടിക്കാൻ. കുരോമിയ വരച്ചതിനെ കൂടെ നമുക്ക് ഈ ഫ്രണ്ട് പേജിൽ ഒട്ടിച്ചു കൊടുക്കാം. അപ്പം നമ്മളിങ്ങനെ വരച്ചിട്ടുണ്ട്. വരച്ച് ഇതിപ്പോൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കളർ പേപ്പർ എടുക്കാം. അതിനായിട്ട് ഞാനൊരു കളർ പേപ്പർ, ഈ കളർ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. അതിനെ നമുക്ക് ഇതിൻ്റെ അളവിനൊന്ന് വെട്ടി ഇതിൽ ഒട്ടിച്ചിട്ട് നമുക്ക് കറക്റ്റിന് നടുക്ക് ഒന്ന് മടക്കാം. ഇതിനൊന്ന് മടക്കി വെച്ചിട്ട് ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട്. ഇതിലെന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയണം. അതുകൊണ്ട് ഇത് ഇത്രയും മതി. ബാക്കിയുള്ളത് നമുക്ക് കട്ട് ചെയ്ത് കളയണം. ആദ്യം ഒട്ടിക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ ഒട്ടിച്ച് വയ്ക്കുകയാണ്. നമുക്ക് ഫ്രണ്ടിൽ കുറച്ച് പേപ്പർ ഇത് പിരമിഡ് പുറത്തൂടെ വരാത്ത രീതിയിൽ വേണം ഒട്ടിക്കാൻ. ഇങ്ങനെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കി ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയണം.
അപ്പോൾ നമുക്ക് ഒരു ക്യൂട്ട് നോട്ട് പാഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ ഈ സൈഡും കൂടെ ഒന്ന് ക്ലീൻ ആക്കി കൊടുക്കാം. കട്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കാം. ഹായ്, ഇത് മനോഹരമായിരിക്കുന്നു. നമുക്ക് ഇതേപോലെ കുഞ്ഞു കുഞ്ഞു ബുക്കുകളൊക്കെ പല കളറിലുള്ള ഒരു 3 പേപ്പർ എടുത്താൽ മതി. 3 കളറിലുള്ള ഈ ബോർഡറൊക്കെ വെച്ചിട്ട് നമുക്ക് സൂപ്പറായിട്ട് നമുക്കിതുപോലെ നോട്ട് പാഡുകളും ഉണ്ടാക്കാൻ പറ്റും. താങ്ക് യു.